പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ ഏവർക്കും സ്നേഹവന്ദനം. ദൈവത്തിൻ്റെ വചനത്തിൽ ലൂക്കോസിൻ്റെ സുവിശേഷം 21 അധ്യായത്തിൽ ആലയത്തിൽ വഴിപാടർപ്പിക്കുന്നവരെ ശ്രദ്ധിക്കുന്ന യേശു കർത്താവ് പറയുന്ന ചില കാര്യങ്ങൾ നമുക്ക് കാണുവാൻ കഴിയും. 21 അധ്യായം 1 വാക്യം മുതൽ നാം വായിക്കുമ്പോൾ, അവൻ തലപൊക്കി ധനവാന്മാർ ഭണ്ഡാരത്തിൽ വഴിപാടിടുന്നത് കണ്ടു. ദരിദ്രയായ ഒരു വിധവ 2 കാശിടുന്നത് കണ്ടിട്ട് അവൻ, ഈ ദരിദ്രയായ വിധവ എല്ലാവരേക്കാളും അധികം ഇട്ടിരിക്കുന്നു എന്ന് ഞാൻ സത്യമായി നിങ്ങളോട് പറയുന്നു. എല്ലാവരും തങ്ങളുടെ സമൃദ്ധിയിൽ നിന്നല്ലോ വഴിപാടിട്ടത്, ഇവളോ തൻ്റെ ഇല്ലായ്മയിൽ നിന്ന് തനിക്കുള്ള ഉപജീവനമൊക്കെയും ഇട്ടിരിക്കുന്നു. ഈ സംഭവത്തെക്കുറിച്ച് യഹൂദന്മാരുടെ ബൈബിളിൽ അവരുടെ തോറയിൽ ഒരനുഭവകഥ പ്രകാരമുണ്ട്. ദരിദ്രയായ വിധവ ഒരിടത്ത് താമസിച്ചിരുന്നു. സമീപത്ത് ഒരു സമ്പന്ന പ്രഭു കുടുംബമുണ്ടായിരുന്നു. അവരുടെ ഭർത്താവ് ജീവിച്ചിരുന്ന കാലത്ത് അവിടെ കൊണ്ടായിരുന്നു അവർ കഴിഞ്ഞിരുന്നത്. എല്ലാ ദിവസവും പ്രഭുവിൽ നിന്ന് ഒരു തുക കടം വാങ്ങും. അതുപയോഗിച്ച് കച്ചവടം നടത്തി വൈകുന്നേരം ആ തുക മടക്കി കൊടുക്കും. ലാഭം കൊണ്ട് ഉപജീവനം കഴിക്കുകയും ചെയ്യും. അവളുടെ ഭർത്താവ് മരിച്ച ശേഷവും അതുതന്നെ തുടർന്നു. അവൾ വളരെ വിശ്വസ്തയായൊരു സ്ത്രീയായിരുന്നു. ഒരു ദിവസം വൈകുന്നേരം പണം മടക്കി കൊടുത്ത ശേഷം മടങ്ങുമ്പോൾ ലാഭം കിട്ടിയത് അവൾക്ക് 2 കാശാണ്. വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന 4 മക്കൾ വീട്ടിൽ അവളെ നോക്കി കാത്തിരിക്കുന്നുണ്ട്. അവൾ ഭവനത്തിലേക്ക് പോകുന്ന വഴിയിൽ ഒരു കൂട്ടം സ്ത്രീകൾ എതിരെ വരുന്നു. നിങ്ങൾ എവിടെ പോകുന്നുവെന്ന് അവൾ ചോദിച്ചു. ഞങ്ങൾ വാരാന്ത്യ സ്തോത്രകാഴ്ച അർപ്പിക്കാൻ പോകുന്നു, നീയും വരുന്നോ എന്ന് അവർ അവളോട് ചോദിച്ചു. വീട്ടിൽ പോയി വസ്ത്രം മാറി വന്ന് തൻ്റെ കയ്യിലുള്ള 2 കാശ് സ്തോത്രകാഴ്ച ഇടുവാൻ അവൾ തീരുമാനിച്ചു. അപ്പോൾ തന്നെ മക്കൾ പകൽ മുഴുവൻ പട്ടിണിയിൽ അവിടെ ഇരിക്കുകയാണ്. ഭവനത്തിൽ മാതാവ് വരുന്നതും കാത്ത് ഇരിക്കുകയാണ്. അതിനിടയിലാണ് ഈ സംഭവങ്ങൾ നടക്കുന്നത്. വിധവ ദൈവാലയത്തിൽ ചെന്ന് 2 കാശ് അർപ്പിച്ചു. കർത്താവ് അവളുടെ അവസ്ഥ കണ്ടു. അതുകൊണ്ടാണ് അവൾ തൻ്റെ ഉപജീവനം മുഴുവൻ ഇട്ടിരിക്കുന്നുവെന്ന് പറഞ്ഞത്. വിധവയുടെ മക്കൾ വിശക്കുന്ന വയറോടെ കിടന്നുറങ്ങി. അവളുടെ ഹൃദയം നൊന്ത് കലങ്ങി. അവളുടെ ഭവനത്തിൽ വന്നപ്പോൾ കുഞ്ഞുങ്ങളെല്ലാം വിശന്ന് തളർന്ന് ഉറങ്ങിക്കഴിഞ്ഞിരുന്നു. അവൾ വളരെ ഉള്ളം നൊന്ത് കലങ്ങി. ഈ ദിവസം പ്രഭുവിൻ്റെ വീട്ടിൽ അന്ന് പ്രഭുവിൻ്റെ മകൻ്റെ 17th ബർത്ത്ഡേ ആഘോഷമായിരുന്നു. അവൻ്റെ കൂട്ടുകാർക്ക് ഭക്ഷണം ഒരുക്കിയിരുന്നു. പക്ഷേ അവർ വന്നില്ല. രാത്രിയിലും പ്രതീക്ഷിച്ചു വന്നില്ല. 10 മണിക്ക് ശേഷം ആതിഥേയത്വം സ്വീകരിക്കുന്നത് യഹൂദന് വ്യവസ്ഥയില്ല. പരിചാരകൻ പ്രഭുവിനോട്, ഇനി എന്തു ചെയ്യും? ഗേറ്റ് അടയ്ക്കട്ടെ. അതുവരെ വരാഞ്ഞതുകൊണ്ട്, ഇനി കൊടുക്കുവാൻ അവർക്ക് പ്രമാണവും ഇല്ലാത്തതുകൊണ്ട് ഗേറ്റ് അടയ്ക്കുവാൻ പ്രഭുവിനോട് അനുവാദം ചോദിച്ചു. അപ്പോഴാണ് ഇപ്രകാരം ഒരു കാര്യം പ്രഭു പറയുവാൻ, ആഹാരമെല്ലാം വിധവയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കൂ. അങ്ങനെ ആഹാരമെല്ലാം വിധവയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുത്തു. പ്രഭുവിൻ്റെ പരിചാരകൻ മൃഷ്ടാന്ന ഭോജനവുമായി വിധവയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ്. അവൾ സന്തോഷം കൊണ്ട് കരഞ്ഞു തളർന്നുറങ്ങിപ്പോയ മക്കളെ വിളിച്ച് അവർക്ക് വേണ്ടുവോളം ആഹാരം കൊടുക്കുവാൻ ഇടയായി. എത്ര മനോഹരമായ ഒരു അനുഭവകഥയാണ്. യേശു കർത്താവ് ആ വിധവയെ ഉള്ളം കണ്ടു. ഹല്ലേലൂയ. നമ്മുടെ അവസ്ഥ വ്യക്തമായി അറിയുന്നൊരു കർത്താവുണ്ട്. നമ്മൾ സുവിശേഷങ്ങൾ നോക്കിയാൽ യേശു കർത്താവ് നമ്മുടെ അവസ്ഥകൾ അല്ലെങ്കിൽ ഭൗതിക ആവശ്യങ്ങൾ വളരെ ശ്രദ്ധയുള്ള കർത്താവായിരുന്നു. മർക്കോസിൻ്റെ സുവിശേഷത്തിൽ നമ്മളിപ്രകാരം കർത്താവ് പറയുന്നുണ്ട്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. യേശു കർത്താവിൻ്റെ വായിൽ നിന്നുള്ള മൊഴി കേൾക്കുവാൻ കൂടി വന്ന പുരുഷാരം 3 ദിവസമായി അവർ കർത്താവിൽ നിന്ന് വചനം കേട്ടുകൊണ്ടിരുന്നു. എന്നാൽ അവർ ഭക്ഷണം കഴിക്കാതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ
അവർ വളരെ വിശന്നുവെന്ന് അവർക്ക് യേശു കർത്താവിന് മനസ്സിലായി. ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങൾ അവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പീൻ. യേശു കർത്താവ് മനസ്സിലായി ഇവർക്ക് ആഹാരം കൊടുത്തല്ലെങ്കിൽ ഇവർ വഴിയിൽ തളർന്നു പോകുവാനിടയായിത്തീരും. ഹല്ലേലൂയ. ദൈവം തൻ്റെ ഇഷ്ടം ചെയ്യുവാൻ അവർക്ക് ആവശ്യമുള്ളത് എപ്പോഴും നൽകുവാൻ വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. നമ്മുടെ ഭൗതിക ആവശ്യങ്ങൾ യേശു കർത്താവിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. തന്നെ പിൻഗമിക്കുന്നവർക്ക് ഹല്ലേലൂയ അത് നൽകി തരുവാൻ വിശ്വസ്തനാണ്. എന്നാൽ പലപ്പോഴും അവിശ്വാസം കൊണ്ട് പലതും ലഭ്യമാകാതെ പോകും. യാക്കോബിൻ്റെ ലേഖനം 2:15-16 വാക്യങ്ങൾ, ഒരു സഹോദരനോ സഹോദരിയോ നഗ്നനും അഹോവൃത്തിക്ക് വകയില്ലാത്തവനുമായിരിക്കെ നിങ്ങൾ ഒരുത്തൻ അവരോട് സമാധാനത്തോടെ പോയി തീ കായുകയും വിശപ്പടക്കുകയും ചെയ്യുവീൻ എന്ന് പറയുന്നതല്ലാതെ ദേഹരക്ഷയ്ക്ക് ആവശ്യമുള്ളത് അവർക്ക് കൊടുക്കാതിരുന്നാൽ ഉപകാരമെന്ത്? അങ്ങനെ വിശ്വാസവും പ്രവൃത്തികളില്ലാത്തതായാൽ സ്വതവേ നിർജീവമാകുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വിശ്വാസത്തിൻ്റെ പ്രവൃത്തി നമ്മളിൽ നിന്നുണ്ടാവണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ചിലപ്പോൾ അതിനുള്ള ഒരു സാധ്യതയും ഇല്ലാതിരിക്കാം. എന്നാൽ ഇവിടെ യേശു കർത്താവ് മർക്കോസിൻ്റെ സുവിശേഷം 6:34 വായിക്കുന്നു, അവരിൽ യേശു കർത്താവിന് മനസ്സലിഞ്ഞു. യേശു കർത്താവിന് വേണമെങ്കിൽ അല്ലാതെ തന്നെ ആഹാരം അവിടെ പ്രൊവൈഡ് ചെയ്യാമായിരുന്നു. എന്നാൽ ഈ തന്നെ പിൻഗമിക്കുന്ന ശിഷ്യന്മാരുടെ വിശ്വാസം എന്തെന്നറിയുവാൻ യേശു ആഗ്രഹിച്ചു. താൻ എന്തു ചെയ്യുവാൻ പോകുന്നുവെന്ന് യേശു കർത്താവ് അറിഞ്ഞിരുന്നു. ഹല്ലേലൂയ. യേശു കർത്താവിൻ്റെ ശിഷ്യനായിരുന്ന അന്ത്രയോസ് ഒരു ബാലകനെ കണ്ടുമുട്ടുവാനിടയായി. അവൻ്റെ കയ്യിൽ 5 അപ്പവും 2 മീനും. ആ അന്ത്രയോസിൻ്റെ ഉള്ളിൽ ഈ ഇത്രയും ഭക്ഷണം കൊണ്ട് ഇത്രയും പേർക്ക് ഒരിക്കലും പോരത്തില്ല. എന്നാൽ ഒരു വിശ്വാസം ഉണ്ടായിരുന്നുകൊണ്ടല്ലേ ഈ കാര്യം യേശുവിനോട് പറഞ്ഞത്. ഇത് വർദ്ധിപ്പിക്കുവാൻ യേശുവിന് കഴിയും എന്നുള്ള വിശ്വാസം. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മുൻപുള്ള സാധ്യതകൾ വളരെ ചെറുതായിരിക്കാം, ആവശ്യങ്ങൾ വളരെ വലുതുമായിരിക്കാം. സാധ്യതകൾ വളരെ ചെറുതായിരിക്കാം, ആവശ്യങ്ങൾ വലുതായിരിക്കാം എന്ന് വിചാരിച്ച് നമ്മളതിനെ തള്ളിക്കളയരുത്. അത് യേശു കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചാൽ അവൻ വാഴ്ത്തി നുറുക്കുമ്പോൾ അത് അനുഗ്രഹമായി തരുവാൻ ദൈവം വിശ്വസ്തനാണ്. ഹല്ലേലൂയ. കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ അസാധ്യതകളെ ഏൽപ്പിക്കാം. നമ്മുടെ മുൻപിലുള്ള ആവശ്യങ്ങൾ വളരെ വലുതായിരിക്കാം. നമ്മുടെ മുൻപിൽ കടന്നു വരുന്നവരുടെ ആവശ്യങ്ങൾ വളരെ വലുതായിരിക്കാം. നമ്മളത് കാണാതെ പോകരുത്. അവരെ പോഷിപ്പിക്കുവാൻ, അവരുടെ ആവശ്യങ്ങൾ മനസ്സിലാക്കി യേശു കർത്താവിൻ്റെ കരങ്ങളിൽ അത് ഏൽപ്പിക്കുമ്പോൾ അതിനെ വർദ്ധിപ്പിച്ച് വേണ്ടുവോളം കൊടുക്കത്തക്കവണ്ണം, ശേഷിപ്പും വരത്തക്കവണ്ണം നൽകി തരുവാൻ വിശ്വസ്തനായ എൻ്റെ കരങ്ങളിൽ നമ്മളെ ഏൽപ്പിക്കാം. കൊടുപ്പീൻ, എന്നാൽ നിങ്ങൾക്ക് കിട്ടും. ഹല്ലേലൂയ. ഗിവ്, ഇറ്റ് വിൽ കം ബാക്ക് ടു യു. ഈ നാളുകളിൽ കർത്താവിന് വേണ്ടി ചിലത് ചെയ്യുവാൻ, നമ്മുടെ ചെറിയ സാധ്യതയിൽ നിന്ന് വലിയ ദൈവപ്രവൃത്തിക്ക് കാരണമാകുവാൻ നമ്മളെ തന്നെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രൈസ് ദി ലോർഡ്.